പറയുക വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു മൂവിയാണ്. എനിക്ക് എൻ്റെ കരിയറിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള റോളായിരുന്നു 83. ഇപ്പോൾ ഇതിൻ്റെ കഥ പറഞ്ഞപ്പോൾ തന്നെ ഇത് ഞാൻ ചെയ്യണമെന്ന് ഞാൻ ഷൈൻചേട്ടനോട് ചോദിച്ചിരുന്നു. കാരണം കുറച്ചും കൂടി മെച്ചുവറായിട്ടുള്ള ഇതിൽ ആക്ടറാണെങ്കിൽ നന്നായിരിക്കും എന്നായിരുന്നു എൻ്റെ അഭിപ്രായം. അപ്പോൾ ഷൈൻചേട്ടൻ പറഞ്ഞു ഇല്ല, നീ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു കോൺഫിഡൻസാണ് ശരിക്കും എന്നെ സിനിമയിലേക്ക് പുള്ള് ചെയ്തത്. പിന്നെ വളരെ രസകരമായിട്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗ് എഴുതി വന്നിരുന്നു. അപ്പോൾ ഡയറക്ടറിൻ്റെ ഭാഗത്തു നിന്ന് വളരെ ഒരു സിൻസിയർ അപ്രോച്ച് ഈ സിനിമയിലേക്ക് ഉണ്ട്. അപ്പോൾ ഈ ഡയറക്ടറിനെ വിശ്വസിച്ച് കൂടെ നിന്ന ഒരുപാട് പേരുണ്ട്. ഈ സിനിമയിൽ ക്രിക്കറ്റ് ടീമിൽ ഉള്ള എല്ലാവരും, ബിഹൈൻഡ് ക്യാമറ ആണെങ്കിലും ഒരുപാട് പേര് ഈ ഡയറക്ടറിനെ വിശ്വസിച്ച് ഡയറക്ടറിനോടുള്ള സ്നേഹം കൊണ്ട് ഈ സിനിമയുടെ കൂടെ നിന്നിട്ടുണ്ട്. അവരിപ്പോഴും റിലീസ് കഴിഞ്ഞിട്ടും എല്ലാവരും ഒരുമിച്ച് തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പോസിറ്റീവ് എനർജി സിനിമയിൽ ഒരുമിച്ച് ഉണ്ടായിരുന്നു. ഒരുപാട് പേരുടെ പരസ്പരം ഒരു ഈഗോ ഇല്ലാതെ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്തർക്കങ്ങളൊന്നും ഇല്ലാതെയുള്ള ഒരു കൂട്ടായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാ രീതിയിലും റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരിലും അത് റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. ആ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് ആ സിനിമയുടെ റിസൾട്ട്. ഇല്ല, ക്രിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പറയുക, നമ്മളിപ്പം ക്രിക്കറ്റ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ കാണുന്നത് ഒരു മതമായിട്ടാണ്. അത്ര ഇഷ്ടമാണ് എല്ലാവർക്കും ക്രിക്കറ്റിനോട്. അത്രയും പോപ്പുലർ ആയിട്ടുള്ളൊരു ഗെയിമാണ്. അപ്പോൾ ക്രിക്കറ്റിനെ ബേസ് ചെയ്തൊരു സിനിമ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അതിനോടൊരു ഇത് ചുമ്മാ ഒരു ന്യൂസ് പറയുന്നത് തന്നെ എല്ലാവർക്കും അതിനോടൊരു ഇഷ്ടം തോന്നും. ഈ ക്രിക്കറ്റിനെ ബേസ് ചെയ്തൊരു സിനിമ നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നിപ്പോവും. അപ്പോൾ ആ ഒരു ഇഷ്ടം എല്ലാവർക്കും സിനിമയുടെ തുടക്കം മുതൽ ഉണ്ടായിരുന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ എന്നോട് പേഴ്സണലി വിളിക്കുന്ന എല്ലാവരും അല്ലെങ്കിൽ പേഴ്സണലായിട്ട് സംസാരിക്കുന്ന എല്ലാവരും 83 എപ്പോഴാണ് റിലീസ് ചെയ്യുക, ക്രിക്കറ്റ് ബേസ് ചെയ്തിട്ടുള്ള സിനിമയല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അവർക്ക് സിനിമയെ കുറിച്ചൊന്നും അറിയാതെയാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഈ ക്രിക്കറ്റിനോടുള്ള ഇഷ്ടം ഈ സിനിമയോട് വന്നിട്ടുണ്ട്. സാധാരണ ഒരു സിനിമയോട് തോന്നുന്ന ഇഷ്ടങ്ങളെ ഉപരിയായിട്ട് ക്രിക്കറ്റിനോടുള്ളൊരു ഇഷ്ടം ഈ സിനിമയ്ക്ക് വളരെയധികം സപ്പോർട്ടീവായിട്ട് വന്നിട്ടുണ്ട്. അതായത് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം ഇതൊരു ലഗാൻ പോലത്തെ ഒരു സിനിമയാണെന്നാണ്. ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് ക്രിക്കറ്റ് മാച്ചസ് സംഭവം ഇത് അങ്ങനെ ഒരു അത് മാത്രമല്ല, ഇതിനകത്ത് ഒരുപാട് ലൈഫ് പറഞ്ഞു പോകുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ രമേശൻ എന്ന ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ ഒരു ലൈഫ് കംപ്ലീറ്റ് പറഞ്ഞു പോകുന്നുണ്ട് ഈ സിനിമയ്ക്കകത്ത്. ക്രിക്കറ്റ് മൂലം അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടാകുന്ന പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ ചേസ് ചെയ്യണമെന്ന് പറയുന്നൊരു മെസ്സേജ് ഈ സിനിമയിലൂടെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളത് മനഃപൂർവ്വം അല്ലെങ്കിലും പറയാതെ പറയുന്ന രീതിയിലാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ. നമുക്കതൊരു പ്രീച്ചിങ് ആയിട്ട് തോന്നില്ല ഈ സിനിമ കാണുമ്പോൾ. അപ്പോൾ വളരെ സട്ടിലായിട്ട് അത് പറഞ്ഞു പോകുന്നുണ്ട് ഈ സിനിമയിലൂടെ. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ. അല്ല, ഡയറക്ടർ തുടക്കമേ പറഞ്ഞിരുന്നത് നമ്മൾ വളരെ റിയലിസ്റ്റിക് ആയിട്ടായിരിക്കും ഷൂട്ട് ചെയ്യുക. ഇത് ഒരാളൊരു പൊസിഷനിൽ നിർത്തി അവിടെ നിന്ന് തിരിയൂ, ഫ്രണ്ടിലേക്ക് 2 സ്റ്റെപ്പ് വെച്ചിട്ട് നടക്കും, ഈ വക പരിപാടികളൊന്നും ഉണ്ടാവില്ല. നമ്മളൊരു സീൻ ചെയ്യുന്നു, ആ സീനിൽ നമുക്ക് ആ സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു ആ രീതിയിൽ ബിഹേവ് ചെയ്യാം. അതനുസരിച്ച് ക്യാമറ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ അതനുസരിച്ച് നമ്മൾ ഷൂട്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു ഫ്രീഡം എല്ലാ ആക്ടേഴ്സിനും കൊടുത്തിരുന്നു. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ആ സിനിമ കാണുമ്പോൾ അതിനകത്ത് മാച്ചസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു മാച്ച് നടക്കണ പോലെ അല്ലെങ്കിൽ അവർ തമ്മിൽ തല്ലുപിടിക്കണ പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഇത് ഒരു മാച്ച് നടക്കുന്നു, അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന വാക്തർക്കങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അതിൻ്റെ നിന്നുള്ള കട്ട്സാണ് നമ്മൾ ശരിക്കും സിനിമയ്ക്കകത്ത് ഉപയോഗിച്ചേക്കണം. അപ്പം വളരെ റിയലിസ്റ്റിക്കായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് ഷൈൻചേട്ടൻ തുടക്കം മുതൽ ശ്രമിച്ചിട്ടുണ്ട് ഈ സിനിമയ്ക്കകത്ത്. അതായത് ആരെയും മേക്കപ്പ് ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു ചീപ്പ് എടുത്ത് മുടി ഈരി വൃത്തിയാക്കി വെക്കണമെന്ന് പറയില്ല, കൈ വെച്ച് ഈരാനേ പറയുള്ളൂ. അപ്പോൾ അതായത് നാട്ടിൻപുറത്തെ പിള്ളേരൊക്കെ ഇങ്ങനെയാണ്, ഇവരാരും അത്രയും ഉടുത്തൊരുങ്ങി നടക്കുന്ന ആൾക്കാരൊന്നുമല്ല. അപ്പോൾ അത്രയും റിയലിസ്റ്റിക് ആയിട്ട് തന്നെ ആയിരിക്കണം ഈ സിനിമയിൽ എല്ലാവരും കൂടെ നിൽക്കേണ്ടതെന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമേ ഇതിനോടൊരു ഡൈജസ്റ്റായി വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, കാരണം നമ്മൾ ചെയ്തു വരുന്ന പാറ്റേൺ ഓഫ് സിനിമകൾ അങ്ങനെയല്ല. പക്ഷേ വൺസ് അതായി കഴിയുമ്പോൾ പിന്നെ നമുക്കിതൊരു ഷൂട്ടിംഗ് എന്ന് ഫീൽ ചെയ്യില്ല. നമ്മൾ വീട്ടിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എങ്ങനെയാണ് പോകുന്നത് അതേപോലെ ലൊക്കേഷനിൽ വരുന്നു, ഡ്രസ്സ് മാറുന്നു, നമ്മൾ കളി ബഹളങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു അപ്രോച്ച് ഈ സിനിമയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. 83 വേൾഡ് കപ്പാണ് ഇന്ത്യയിൽ ക്രിക്കറ്റ് ഇത്ര പോപ്പുലർ ആവാനുള്ള മേജർ റീസൺ. അപ്പോൾ 83 വേൾഡ് കപ്പ് നേടുന്ന മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ അതിന് ക്രിക്കറ്റിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പൊസിഷൻ ഉണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ ഈ 83 വേൾഡ് കപ്പ് കിട്ടിക്കഴിഞ്ഞിട്ടാണ് ശരിക്കും ഇത് ഭയങ്കര പോപ്പുലർ ആവുന്നത്. നമ്മുടെ കേരളത്തിലും പോപ്പുലർ ആവുന്നത്, ഇന്ത്യയിൽ മൊത്തം പോപ്പുലർ ആവുന്ന സമയത്താണ്. അപ്പോൾ ആ ഒരു കപ്പില്ലെങ്കിൽ ഒരുപക്ഷെ ഇത്രയധികം ഈ ക്രിക്കറ്റ് ഇത്രയും പോപ്പുലർ ആവുമോ നമുക്ക് അറിഞ്ഞൂടാ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമയ്ക്ക് കാരണമാവോ, അല്ലെങ്കിൽ ഇത്തരം എന്താണ് പറയുക ഈ ഗ്രാമത്തിലെ ആൾക്കാരിൽ ഇത്തരം ഫെമിലിയർ ആയിട്ട് ക്രിക്കറ്റ് വരുമോ നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ 83 വേൾഡ് കപ്പ് അതാണ് റീസൺ, ഈ സിനിമയുടെ റീസൺ അത് തന്നെയാണ് എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ ചെറുപ്പത്തിലൊക്കെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ്. വളരെ ലിമിറ്റഡ് സ്പേസിലായിരിക്കും. ഒരു തൊട്ടപ്പുറത്തെ വീട്ടിൽ 2-3 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഒരു 3-4 പേരുണ്ടാവും. ലിമിറ്റഡ് സ്പേസാണ്. അപ്പോൾ പൊക്കി അടിച്ച് പോയാൽ അല്ലെങ്കിൽ ഒരു ലിമിറ്റ് വിട്ട് പോയി കഴിഞ്ഞാൽ പൊങ്ങിപ്പോയാൽ ഔട്ട്, 1 പിച്ച് പിടിച്ചാൽ ഔട്ട്, ബാക്കിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ 2 റൺ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തന്നെ സെറ്റ് ചെയ്യുന്ന റൂൾസാണ്. അപ്പോൾ ഇതേപോലെയാണ് ഈ സിനിമയ്ക്കകത്ത് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് 6 അടിക്കുമ്പോൾ ഇനി ഈ കാട്ടിലേക്ക് അടിക്കാൻ ഔട്ട് എന്നൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ചെറുപ്പത്തിലൊക്കെ വെക്കേഷൻസിന് അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ
അവിടെ നമ്മൾ കളിച്ചുകൊണ്ടിരുന്നത് പോലെ പാടത്തും പറമ്പത്തൊക്കെയാണ്. നമ്മളവിടെ സ്റ്റമ്പായിട്ട് വെച്ചിരുന്നതും ബാറ്റായിട്ട് ഉപയോഗിച്ചിരുന്നതും ശരിക്കും മടൽ വെട്ടിയിട്ടുള്ള അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ അവിടെ കുറേ കസിൻസ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ചേട്ടന്മാരാണ് ശരിക്കും ബാറ്റ് ഞങ്ങൾ കറക്റ്റായിട്ട് ഉണ്ടാക്കി തരാം. അപ്പോൾ നല്ല ബാറ്റ് അവരുടെ വീട്ടിൽ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ പുതിയ ബാറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിന് കറക്റ്റ് മടൽ കൊണ്ടേ കൊടുത്ത് ഉണ്ടാക്കിപ്പിക്കുക, ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി വളരെ കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത്.